പ്രിയജനങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മൾ ഈ സാമൂഹ്യ ജീവികളായിരിക്കുന്ന മനുഷ്യർ ചില സാമൂഹ്യ പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നൊരു നിയമമുണ്ട്. എന്തെന്നാൽ ഈ സമൂഹത്തെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും ഇവിടെ സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിക്കാൻ ഉതകുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിനും വേണ്ടി കുറേ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് എല്ലാവരും പാലിച്ച് പോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, എന്നാൽ മാത്രമേ നമുക്ക് സമരസപ്പെട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല മറ്റൊരു മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്താൽ ഈ മഹാപ്രപഞ്ചത്തിൽ കോടാനുകോടി ജനങ്ങൾക്ക് ഒത്തുപോകൽ അസാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചില നിയമങ്ങളും നിയമാവലികളൊക്കെ നമ്മൾ സാധാരണയായിട്ട് പാലിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക അറിയോ? ഓരോരുത്തരെക്കുറിച്ചും നമ്മൾ ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ കേന്ദ്രം മനസ്സിൽ കാണുമ്പോൾ നമുക്ക് അവരെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷകളായിരിക്കും, ഒരുപാട് അഭിമാനം, ഒരുപാട് ആരാധന, അങ്ങനെയൊക്കെയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ചില തട്ടുകേടുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില നിരാശകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ കോഴിക്കോട്ടേക്കൊരു ട്രെയിൻ യാത്ര ചെയ്യുകയുണ്ടായി. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ വിൻഡോ സീറ്റിൽ 2 സീറ്റുകളിൽ ഞാനും മോനുമായിരുന്നു. അപ്പോൾ എൻ്റെ ശരിക്ക് ബെർത്ത് എൻ്റെ നേരെ തലയ്ക്ക് മുകളിലുള്ള ആ സിംഗിൾ ബെർത്താണ് എൻ്റെ. അതിലൊരാൾ കയറി കിടക്കുന്നു. അപ്പം മോൻ ചോദിച്ചു, നമ്മുടെ സീറ്റല്ലേ ഇത്, നമ്മുടെ ബെർത്തല്ലേ, ഇവിടെ എങ്ങനെയാണ് ഇയാൾ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, പകൽ സമയമല്ലേ മോനെ, നമുക്കിപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യല്ലേ വേണ്ടൂ, അവരവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ആ മനുഷ്യൻ പുലമ്പുന്നുണ്ട്. കയ്യിലുള്ള വെള്ളക്കുപ്പി താഴേക്ക് ഇടുന്നു. മോനത് 1-2 പ്രാവശ്യം എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്തോ കുറച്ച് മോശമായ ഒരു സംസാരം തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന സ്ത്രീയോട് ഉണ്ടായി. അവരതിനെ ശക്തിയുക്തം പ്രതികരിച്ചപ്പോഴേക്കും ടി വന്നു. ടി വന്നിട്ട് ഈ മനുഷ്യനോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ആശാൻ്റെ കയ്യിൽ ടിക്കറ്റില്ലാതെ എൻ്റെ ടിക്കറ്റിൽ സുഖമായി കയറി കടന്നുറങ്ങി നല്ലപോലെ മദ്യപിച്ച് രാത്രി മുഴുവൻ ആ മദ്യലഹരിയിൽ ഉറങ്ങി കെട്ടുവിടാത്ത മുഖവും മനസ്സുമായി ആ വിശ്രമിക്കുന്ന മനുഷ്യൻ ഭാരതീയ സേനയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും കൂടിയാണ്. അപ്പോൾ ടി പറഞ്ഞു, ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇറങ്ങണം, അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറക്കി വിടും. ഞാൻ ഒരു അറിയപ്പെടുന്ന സേനയിലെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് എന്നായി അദ്ദേഹം. അപ്പോൾ ടി പറഞ്ഞു, ഈ തീവണ്ടിയിൽ അറിയപ്പെടുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞാനാണ്, ഇവിടെ നിയമം കൈയാളുന്നത് ഞാനാണ്, അതുകൊണ്ട് ഇറങ്ങിയേ പറ്റൂ. തൊട്ടടുത്ത സ്റ്റേഷനിൽ ആ മനുഷ്യന് വലിയൊരു ബാഗുമൊക്കെ ആയി ഇറക്കി വിട്ടു. അപ്പോൾ ഉറക്കച്ചടവുമായിട്ട് ശരിക്ക് മേൽക്കൂര പോലും ഇല്ലാത്തൊരു ചെറിയ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങി വെയിലത്ത് നിൽക്കുന്ന ആ രൂപം എന്തോ എന്നെ വല്ലാതെ ഉലച്ച് കളഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ മറ്റു പല അവസരങ്ങളിലും, ഒരു പ്രാവശ്യം എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു നാടോടി പെൺകുട്ടി, സിഗ്നലിൽ ബലൂണുകൾ വിൽക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ഉദ്യോഗസ്ഥൻ്റെ നല്ല ബോർഡൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹം ഏത് ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ്റെ കാറിലൊന്ന് കൈവച്ചപ്പോൾ ആ കാറിൻ്റെ ഗ്ലാസ്സിൽ ചളിയായി എന്നുള്ളൊരു കാരണത്താൽ ആക്രോശിക്കുന്നത് കേട്ടു. അപ്പോൾ അത്തരത്തിൽ പല അവസരങ്ങളിലും നമ്മൾ സാമൂഹ്യമായി
സേവനം ആഗ്രഹിക്കുന്ന, അതായത് ലേമൻ, സാധാരണക്കാരുടെ പ്രധാന സംരക്ഷകരായി വരുന്ന ആളുകൾ തന്നെ അത്തരത്തിൽ പെരുമാറുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അതായത് വേലി തന്നെ വിളവ് തിന്നുന്നല്ലോ എന്നൊരു ചിന്ത വരില്ലേ? അങ്ങനത്തെ ചില അവസരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ നിയമങ്ങൾ കർശനമാക്കേണ്ടതിൻ്റെയും അത് സാധാരണക്കാരനും ഉയർന്നവനും താണവനും എല്ലാം ഒരേപോലെ പാലിക്കേണ്ടതിൻ്റെയും ആവശ്യകത മനസ്സിലാക്കുക. അതേപോലെ അതേ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ നല്ല വെളുത്ത തൂവെള്ള പുതപ്പുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് താഴെ കുപ്പിവെള്ളം തട്ടിപ്പോയി ഒരാൾ ഒരു കൂസലുമില്ലാതെ ആ പുതപ്പെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു. അത് സാധാരണക്കാരൻ്റെ പ്രവൃത്തി, മനസ്സിലായോ? അതുപോലെ ഡസ്റ്റ്ബിന്നുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സാധനങ്ങൾ കഴിച്ചതിൻ്റെ കവറുകൾ അതിലിടാം, വെള്ളം കുടിച്ച ബോട്ടിൽ അതിൽ കൊണ്ടുപോയി ഇടാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അതെല്ലാം അവിടെ പരത്തിയിടുന്ന ആളുകൾ. ഈയിടെ വന്ദേ ഭാരതിലൊരു യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായി. അപ്പോൾ അതിനകത്ത് പേപ്പർ വയ്ക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബോട്ടിലുകൾ കുത്തിത്തിരികും. ബോട്ടിൽ വയ്ക്കാൻ അതിൻ്റെ താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ബോട്ടിൽ വയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നെറ്റ് ക്രമേണ നാശമാവും. അപ്പോൾ നമ്മളുടെ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണിതൊക്കെ, മനസ്സിലായിട്ടുണ്ടോ? ആ പൊതുജനങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടേണ്ടതാണ് കാലാകാലങ്ങളോളം. അത് നമ്മളായിട്ട് തന്നെ നശിപ്പിക്കുന്നു. നമ്മൾ നിയമലംഘകരാകുന്നു, നമ്മൾ സാമൂഹ്യ ബോധമില്ലാതെ പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ ഈ സേവനം നടത്തുന്നവരും പൊതുജനം എന്ന് പറയുന്ന സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുപോയി ഇവിടെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉള്ളൊരു ലോകം തീർക്കേണ്ടവരും എല്ലാം ചെയ്യുന്നത് എന്താണ്? അവനവൻ്റെ കടമകളും കർത്തവ്യങ്ങളും മറന്ന് അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ബോധ്യവാന്മാരായിട്ട് പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നാറുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണം. അതായത് എന്തിനു വേണ്ടിയാണ് സമൂഹം എന്ന സങ്കല്പം? ഇവിടെ എന്തിനു വേണ്ടിയാണ് കുറേ സംവിധാനങ്ങൾ? എന്തിനു വേണ്ടിയാണ് നിയമങ്ങൾ? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളും ഭാവങ്ങളുമെല്ലാം നാം നേർരേഖയിലാക്കേണ്ടത്? ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾക്ക് കുറേ ഭാവവും ബോധവും വേണ്ടേ? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്താലുണ്ടല്ലോ ഈ ഭൂമി എത്ര സുന്ദരം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നന്മമരങ്ങളായാൽ ഒരുപാട് നേടാൻ കഴിയുമില്ലേ? ജനറലായിട്ട് മനസ്സിൽ വന്ന ചില ആശങ്കകൾ നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളൂ കേട്ടോ. എന്നോടൊന്നും തോന്നരുത്. എന്തായാലും എല്ലാവരും ഇതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറൊരു വിഷയമായി